ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷും ടീച്ചറിന്റെയും മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് മക്കളെ നമ്മുടെ മലയാളം സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കൂട്ടുകാർക്ക് അത് പരീക്ഷയ്ക്ക് ഉദ്ഗ്രഥനം അഥവാ ഇന്റഗ്രേഷൻ എന്നുള്ള പേരിലാണ് പരീക്ഷ ഉണ്ടായിരിക്കുക. 2 ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതാ ഇതേപോലെ ഒരു സെക്ഷൻ മക്കൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അവിടെ കുട്ടിയുടെ പേര് എന്നുള്ള സ്ഥലത്ത് മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് തെറ്റാതെ എഴുതുക. പിന്നെ സ്കൂൾ എന്നുള്ളത് മക്കളുടെ സ്കൂളിന്റെ പേര് എഴുതുക. അതുപോലെ ഡിവിഷൻ, ക്ലാസ് എന്നിവിടങ്ങളിൽ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്ലാസ്സും ക്ലാസ് ഡിവിഷനും കൃത്യമായിട്ട് എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം നോക്കാം അല്ലെ. നോക്കിക്കേ മക്കളെ, നിറം നൽകൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മക്കളെ. കൂട്ടുകാർക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടത്തിന്റെ ചിത്രം തന്നിട്ടുണ്ട്. അതിന് മക്കളുടെ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്? നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, എന്തൊക്കെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ ഓരോ ചിത്രത്തിനും മക്കള് യോജിച്ച രീതിയിൽ നിറം നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ മക്കളെ, പിന്നെ ഒരു കാര്യം കൂടി മിസ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ എല്ലാ എക്സാമിനും മക്കൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കളർ പെൻസിലോ ക്രയോൺസോ കയ്യിൽ കൊണ്ടുപോകണേ. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ചിത്രത്തിലുള്ളത് ആരൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം അല്ലെ. മിസ് ഇപ്പം കളർ ചെയ്ത് കാണിക്കുന്നില്ല. മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭംഗിയായിട്ട് കളർ ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, ചിത്രത്തിൽ നോക്കിക്കേ, നമുക്ക് കുറെ പൂക്കൾ കാണാം അല്ലെ. പല തരത്തിലുള്ള പൂക്കളുണ്ട്. അപ്പൊ അവയ്ക്കൊക്കെ മക്കൾ എന്ത് ചെയ്യുക, നല്ല അട്രാക്ട് ആവുന്ന രീതിയിൽ ചുവപ്പ് നിറങ്ങളോ മഞ്ഞ നിറങ്ങളോ ഒക്കെ കൊടുക്കുക കേട്ടോ. പിന്നെ എന്തൊക്കെയാ മക്കളെ കാണുന്നത്? കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട് അല്ലെ. പൂമ്പാറ്റകളിൽ നിന്ന് തേൻ കുടിക്കാനായിട്ട് എത്തിയിട്ടുള്ള കുറേ പൂമ്പാറ്റകളുണ്ട്. അവയ്ക്ക് മക്കൾ എന്ത് ചെയ്യുക, ഭംഗിയായിട്ടുള്ള നിറങ്ങൾ നൽകുക. പിന്നെയോ മരങ്ങൾ കാണാം, അതുപോലെ തന്നെ വലിയ വലിയ മലകൾ കാണാം. പിന്നെയോ മേഘങ്ങളെല്ലാം കൂട്ടുകാർക്ക് ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവയ്ക്ക് ഓരോന്നിനും മക്കൾ എന്ത് ചെയ്യണം, യോജിച്ച രീതിയിൽ നിറം നൽകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമ്മുടെ പ്രവർത്തനത്തിലോട്ട് പോവാം മക്കളെ. വായിക്കാം എഴുതാം. പ്രവർത്തനം 1 എന്താണ് മക്കളെ? വായിക്കാം എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം അല്ലെ. മക്കൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. ഈ മഴയത്ത് എങ്ങനെയാ ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. തേൻ കുടിക്കാൻ പോവുക, അമ്മ പൂമ്പാറ്റ പറഞ്ഞു. വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തു നിൽക്കാം, കുഞ്ഞു പൂമ്പാറ്റകൾ അമ്മയോട് പറഞ്ഞു. എന്താ മക്കളെ? ഇവിടെ അമ്മ പൂമ്പാറ്റകളെ കുറിച്ചും കുഞ്ഞു പൂമ്പാറ്റകളെ കുറിച്ചുമാണ് പറയുന്നത് അല്ലേ. ഈ മഴയത്ത് എങ്ങനെയാ തേൻ കുടിക്കാൻ പോവുക? അമ്മ പൂമ്പാറ്റ പറയാണല്ലേ, മഴയത്ത് എങ്ങനെ ഇപ്പൊ തേൻ കുടിക്കാനൊന്നോ പൂന്തോട്ടം വരെ പോവുക എന്ന് അമ്മ പൂമ്പാറ്റ പറയാണല്ലേ. അപ്പൊ കുട്ടികൾ എന്ത് പറയുന്നുണ്ട്? വിശന്നിട്ട് വയ്യ അല്ലെ, നല്ല വിശപ്പുണ്ട്, മഴ കാരണം അവർക്ക് യാതൊന്നും കഴിക്കാനായിട്ട് പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല അല്ലെ. പക്ഷെ എങ്കിലും കുഴപ്പമില്ലേ, നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചു നേരം കൂടി കാത്തു നിൽക്കാം എന്ന് ആര് പറയാണ് മക്കളെ? നമ്മുടെ കുഞ്ഞു പൂമ്പാറ്റകള് പറയാണ് അല്ലെ. മുറ്റത്തെ പൂന്തോട്ടത്തിലെ പൂക്കൾ തലയാട്ടി വിളിച്ചു. മഴ കുറഞ്ഞല്ലോ മക്കളെ, വേഗം വരൂ, നമുക്ക് തേൻ കുടിക്കാം. എന്താ മക്കളെ സംഭവിച്ചിട്ടുള്ളത്? പിന്നീട് പൂന്തോട്ടത്തിലുള്ള പൂക്കളെല്ലാം ഈ പൂമ്പാറ്റകളെ തലയാട്ടി വിളിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ എന്ത് ചെയ്തു, കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും മഴയെല്ലാം കുറഞ്ഞു. അപ്പൊ അമ്മ പൂമ്പാറ്റ എന്ത് പറഞ്ഞു മക്കളെ? മക്കളെ വേഗം വരൂ, നമുക്ക് തേൻ കുടിക്കാം. മക്കളെ വേഗം വരൂ, നമുക്ക് തേൻ കുടിക്കാം എന്ന് പറഞ്ഞു അല്ലേ. അമ്മ പൂമ്പാറ്റയുടെ പിന്നാലെ കുഞ്ഞു പൂമ്പാറ്റകൾ തേൻ കുടിക്കാൻ പൂന്തോട്ടത്തിലെത്തി. അങ്ങനെ അവരെന്ത് ചെയ്തു മക്കളെ? അമ്മ പൂമ്പാറ്റയുടെ പുറകിലെ കുഞ്ഞു പൂമ്പാറ്റകളും പോയിട്ട് അവരെവിടെ ചെന്നെത്തിയിട്ടുണ്ട്? തേൻ കുടിക്കാനായിട്ട് പൂന്തോട്ടത്തിലെത്തിയിട്ടുണ്ട് അല്ലേ. നേരം വൈകി, വേഗം കുടിച്ചോളൂ,
പെട്ടെന്ന് നേരം ഇരുട്ടി. എന്താ മക്കളെ സംഭവിച്ചിട്ടുള്ളത്? ഇവര് മഴ പെയ്ത് തോരാനായിട്ട് കാത്തു നിന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അത് കാരണം എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? നേരം വൈകിയില്ലേ? അപ്പം അമ്മ പൂമ്പാറ്റ പറയുന്നുണ്ട് വേഗം കുടിച്ചോളൂ, നേരം ഇരുട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? പക്ഷെ കുറച്ച് അവര് തേൻ കുടിച്ചപ്പോ പെട്ടെന്ന് തന്നെ എന്ത് സംഭവിച്ചു മക്കളെ? നേരം ഇരുട്ടായി വന്നു അല്ലേ? കുഞ്ഞു പൂമ്പാറ്റകൾ കരയാൻ തുടങ്ങി. ഇനി നമ്മൾ എങ്ങനെയാണ് വീട്ടിലെത്തുക? നേരം ഇരുട്ടിയതും നമ്മുടെ കുഞ്ഞു പൂമ്പാറ്റകൾക്ക് പേടിയാവാൻ തുടങ്ങി. അവരെന്ത് ചെയ്യാൻ തുടങ്ങി മക്കളെ? കരയാൻ തുടങ്ങി. ഇനി നമ്മൾ എങ്ങനെയാണ് വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞ് അവര് കരയാൻ തുടങ്ങി അല്ലേ? ഇത് കണ്ട മിന്നാമിനുങ്ങ് അവരോട് പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ വീട്ടിലെത്താൻ സഹായിക്കാം. ഇപ്പൊ ഇവരുടെ വിഷമം കണ്ട് ആര് നിൽക്കുന്നുണ്ടായിരുന്നു മക്കളെ അവിടെ പൂന്തോട്ടത്തില്? മിന്നാമിനുങ്ങ് നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അവൻ വന്ന് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളെ വീട്ടിലെത്താൻ സഹായിക്കാം എന്ന് പറഞ്ഞു അല്ലേ? എന്റെ പിന്നാലെ വന്നോളൂ. അങ്ങനെ നമ്മുടെ മിന്നാമിനുങ്ങ് എന്ത് പറഞ്ഞു? അവന്റെ പുറകെ പോന്നോളൂ എന്ന് പറഞ്ഞു അല്ലേ? മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിൽ പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പറന്നുപോയി. കണ്ടോ മക്കളെ എന്താ സംഭവിച്ചത്? ഇരുട്ട് വന്ന് പേടിച്ചു നിന്നിരുന്ന പൂമ്പാറ്റകൾക്ക് സഹായവുമായി ആരാണ് വന്നിട്ടുള്ളത്? മിന്നാമിനുങ്ങ് തന്റെ വെളിച്ചവുമായി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിൽ പൂമ്പാറ്റകളെല്ലാം പറന്ന് ഇവിടേക്ക് തിരിച്ചെത്തി മക്കളെ, വീട്ടിലോട്ട് തിരിച്ചെത്തി അല്ലേ? ഓക്കെ മക്കളെ, ഇനി ചോദ്യം നോക്കിക്കേ. കഥ വായിച്ചല്ലോ, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. അപ്പൊ നമ്മളിപ്പം വായിച്ചിട്ടുള്ള മക്കളെ ഈ ഒരു കഥയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് ഇനിയുണ്ട്. ആ ചോദ്യങ്ങൾ ഓരോന്നും വായിച്ചിട്ട് അതിന്റെ ഉത്തരം കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ് മക്കളെ, ആരാണ് പൂമ്പാറ്റകളെ വീട്ടിലെത്താൻ സഹായിച്ചത്? ആരായിരുന്നു മക്കളെ സഹായിച്ചത്? ആരായിരുന്നു? യെസ്, നമ്മുടെ മിന്നാമിനുങ്ങാണ് പൂമ്പാറ്റകളെ വീട്ടിലെത്താനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സിമ്പിൾ അല്ലേ മക്കളെ? കഥ കൃത്യമായിട്ട് 1-2 തവണ വായിച്ചു നോക്കിയാല് ഇത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചാൽ മക്കൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്തൂടെ? ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നേരം ഇരുട്ടിയപ്പോൾ കുഞ്ഞു പൂമ്പാറ്റകൾ എന്താണ് ചെയ്തത്? എന്തായിരുന്നു മക്കളെ ചെയ്തത്? നേരം ഇരുട്ടിയപ്പോൾ അവർക്ക് പേടിയാവാൻ തുടങ്ങിയില്ലേ? അപ്പൊ അവരെന്താ ചെയ്തത്? കരയാൻ തുടങ്ങി. അവരെന്താ ചെയ്തിട്ടുള്ളത്? കരയാൻ തുടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഓക്കെ മക്കളെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തിരിക്കാം. ഇത് പറഞ്ഞത് ആരായിരുന്നു മക്കളെ? അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ ചാപ്റ്ററുമായി നമ്മുടെ കഥയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇത്തരത്തെ ഡയലോഗ് തന്നിട്ട് ആരാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പം കൂട്ടുകാർക്ക് പെട്ടെന്ന് ആൻസർ പറയാം. അമ്മ പൂമ്പാറ്റയോ കുഞ്ഞു പൂമ്പാറ്റയോ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പൊ നന്നായിട്ട് ആൻസർ എന്ന് ഉറപ്പില്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? ഒരിക്കലും കൂടി ആ സ്റ്റോറിയുടെ ആ സെക്ഷൻ എടുത്തിട്ട് വായിച്ചു നോക്കണുണ്ടോ? ഇവിടെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സ്റ്റോറിയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്, വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തു നിൽക്കാം, കുഞ്ഞു പൂമ്പാറ്റകൾ അമ്മയോട് പറഞ്ഞു. അപ്പൊ ആരോടാ പറഞ്ഞിട്ടുള്ളത്? കുഞ്ഞു പൂമ്പാറ്റകളാണ് പറഞ്ഞിട്ടുള്ളത്. ആരോടാ പറഞ്ഞിട്ടുള്ളത്? അമ്മ പൂമ്പാറ്റയോട് കുഞ്ഞു പൂമ്പാറ്റകളാണ് ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പൊ മക്കള് സംശയം വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാ? സ്റ്റോറി ഒരിക്കൽ കൂടി വായിച്ചു നോക്കുക കേട്ടോ. ദെൻ അതിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. എങ്ങനെയാണ് പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പോയത്? എങ്ങനെയായിരുന്നു മക്കളെ? മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിലാണ് അവര് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? ഇനി അതിൽ തന്നെയുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ കൊടുത്ത പേരുകളിൽ ഈ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേര് തിരഞ്ഞെടുത്ത് എഴുതുക. എന്താണ് മക്കളെ ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആ ഒരു കഥയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പേരാണ് ചോദിച്ചത്. മഴക്കാലം, പൂന്തോട്ടം, മിന്നാമിനുങ്ങിന്റെ സഹായം, തളിരിലകൾ. എന്താണ് മക്കളെ മിസ്സിന് തോന്നുന്നത്? മിന്നാമിനുങ്ങിന്റെ സഹായം എന്നതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്റ്റോറിക്ക് ആപ്റ്റ് ആയിട്ട് വരുന്ന പേര് കേട്ടോ. ഓക്കെ മക്കൾ, അപ്പൊ അത് കൂട്ടുകാരെ വായിച്ചിട്ട് നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് മക്കൾ എന്ത് ചെയ്യുക? ഒരു പേര് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ അല്ല മക്കളെ? ചിലപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ചിലപ്പോൾ കൂട്ടുകാർക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻസ് തരില്ല. ഇത്ര മാത്രമേ പറയുള്ളൂ ആ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൊരു പേര് കൊടുക്കാൻ. ഓക്കെ, അപ്പൊ കഥയിലെ ആശയം എന്താ എന്നുള്ളത് കൃത്യമായിട്ട് മക്കൾ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം എന്ത് ചെയ്യുക? കഥയ്ക്ക് യോജിച്ച രീതിയിൽ ഒരു പേര് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ അല്ല മക്കളെ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. പ്രവർത്തനം 2, സംഭാഷണം. നോക്കിക്കേ മക്കളെ. പൂന്തോട്ടത്തിലെത്തിയ മിന്നാമിനുങ്ങും കുഞ്ഞു പൂമ്പാറ്റയും എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും? സംഭാഷണം എഴുതുക. കണ്ടോ മക്കളെ? നമ്മുടെ കുഞ്ഞു പൂമ്പാറ്റയും മിന്നാമിനുങ്ങും ഉണ്ടല്ലേ? അവരെവിടെയാണ്? യെസ്, പൂന്തോട്ടത്തിലാണല്ലേ? അപ്പൊ അവർ തമ്മിൽ എന്തായിരിക്കും സംസാരിച്ചത് എന്നാണ് ചോദിച്ചത്. നമുക്കൊരു ഡയലോഗ് അവിടെ തന്നിട്ടുണ്ട്. മിന്നാമിനുങ്ങ് ചോദിക്കുന്നുണ്ട്, എന്താ
കരയുന്നത്? എന്താ ചോദിച്ചിട്ടുള്ളത് മക്കളെ? എന്താ കരയുന്നത് എന്ന് ചോദിച്ചു അല്ലെ? ആ സമയത്ത് നമ്മുടെ കുഞ്ഞു പൂമ്പാറ്റ പറഞ്ഞിട്ടുള്ള മറുപടിയും വീണ്ടും നമ്മുടെ മിന്നാമിനുങ്ങ് പറഞ്ഞിട്ടുള്ള കാര്യവും എല്ലാം മക്കൾ ചേർത്ത് എഴുതിയിട്ട് എന്ത് ചെയ്യണം? ആ സംഭാഷണം പൂർത്തീകരിച്ച് എഴുതണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ മക്കൾക്ക് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരികയാണ്, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തൊക്കെയായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടായിരിക്കും എന്നത് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, അതിനുശേഷം മക്കൾ ആൻസർ ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ. നോക്കിക്കേ മക്കളെ, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അല്ലെ? മിന്നാമിനുങ്ങ് എന്താ കരയുന്നത്? കുഞ്ഞു പൂമ്പാറ്റ മഴ കാരണം ഇന്ന് തേൻ കുടിക്കാൻ വരാൻ വൈകി. മിന്നാമിനുങ്ങ് അതിന് എന്തിനാ ഇങ്ങനെ കരയുന്നത്? കുഞ്ഞു പൂമ്പാറ്റ നേരം ഒരുപാട് ഇരുട്ടി, ഇനി എങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുക? മിന്നാമിനുങ്ങ് അതാണോ കാര്യം? ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് പോകാൻ സഹായിക്കാം. കുഞ്ഞു പൂമ്പാറ്റ ശരി, ഒരുപാട് നന്ദി. കണ്ടോ മക്കളെ? അപ്പൊ നമ്മള് ആ ഒരു കഥയിൽ വായിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? സംഭാഷണ രൂപേണ ഇവിടെ എഴുതിയിട്ടുള്ളത് അല്ലെ? മിന്നാമിനുങ്ങ് വന്ന് ചോദിക്കുകയാണ്, എന്താ കരയുന്നത്? അപ്പൊ കുഞ്ഞു പൂമ്പാറ്റ എന്ത് പറഞ്ഞു? മഴ കാരണം ഇന്ന് തേൻ കുടിക്കാൻ വരാൻ വൈകിയില്ലേ? ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മിന്നാമിനുങ്ങ് അതിനെന്തിനാ നീ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചു അല്ലേ? അപ്പൊ എന്തായിരുന്നു കുഞ്ഞു പൂമ്പാറ്റയുടെ മറുപടി? ആ നേരം ഒരുപാട് ഇരട്ടിയിട്ടുണ്ട്, ഇനി എങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുക എന്നതായിരുന്നു അല്ലേ? അപ്പൊ നമ്മുടെ മിന്നാമിനുങ്ങ് എന്ത് പറഞ്ഞു? അതാണോ കാര്യം? എങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഈ രീതിയിൽ മക്കൾക്ക് ആ ഒരു സംഭാഷണം പൂർത്തീകരിച്ച് എഴുതാവുന്നതാണ്. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? അപ്പൊ സംഭാഷണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ എക്സാമിന് ചോദിക്കാൻ പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തൊരു പ്രവർത്തനം നോക്കിക്കേ മക്കളെ, എന്താണ്? ഡയറി എഴുതാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇതും നമുക്ക് എക്സാമിന് വരാറുണ്ട്. നമ്മൾ ഡെയിലി ഡയറി എഴുതുന്നതാണല്ലോ സ്കൂളുകളിലേക്ക്. ഓക്കെ, അപ്പൊ പിന്നെ ഡയറി എഴുതുക എന്നത് കൂട്ടുകാർക്ക് പുതിയ കാര്യമൊന്നും ആയിരിക്കില്ല. ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, അമ്മ പൂമ്പാറ്റയും കുഞ്ഞുങ്ങളും സുരക്ഷിതമായി വീട്ടിലെത്തി. ഉറങ്ങുന്നതിന് മുമ്പ് അമ്മ പൂമ്പാറ്റ ഡയറി എഴുതുവാൻ തുടങ്ങി. അവൾ എന്തായിരിക്കും എഴുതിയത്? ഡയറി എഴുതുക. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? അമ്മ പൂമ്പാറ്റയും കുഞ്ഞു പൂമ്പാറ്റകളൊക്കെ എന്ത് ചെയ്തു? സേഫ് ആയിട്ട് വീട്ടിലോട്ട് തിരിച്ചെത്തിയില്ലേ? അപ്പൊ അന്നേ ദിവസം ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ അമ്മ പൂമ്പാറ്റ എഴുതാനിടയിലുള്ള ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കൾ ആദ്യം എന്ത് വിചാരിക്കുക? ഡയറി എഴുതുന്നതിന് മുന്നേ നിങ്ങൾ ഓരോരുത്തരുമാണ് ആര്? അമ്മ പൂമ്പാറ്റ. നിങ്ങൾക്കാണ് ഇന്ന് ആ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം മക്കള് ഡയറി എഴുതാനായിട്ട്. ഓക്കെ അല്ലേ മക്കളെ? പിന്നെ ഡയറി എഴുതുന്നതിന് മുന്നേ മക്കൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു സെക്ഷൻ ആണ് ഇത്. കൃത്യമായിട്ട് നമ്മൾ ഡേറ്റ് അവിടെ എഴുതണം, അതുപോലെ ദിവസം ഏതാ എന്നുള്ളതും എഴുതണം കേട്ടോ. നമ്മൾ ഡയറി എഴുതുന്ന സമയത്ത് ഈ ഒരു ഫോർമാറ്റ് മക്കളെ കീപ്പ് ചെയ്യുക. അതിൽ നമുക്ക് എന്തുണ്ട്? പ്രത്യേകം മാർക്കുകൾ ഉണ്ട്. അതുകൊണ്ട് ഡേറ്റും ദിവസവും ഏതാ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതണേ. ഇനി മിസ് അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ഇന്ന് നല്ല മഴ പെയ്തതിനാൽ നേരത്തെ പൂന്തോട്ടത്തിലേക്ക് തേൻ കുടിക്കാൻ പോകാൻ കഴിഞ്ഞില്ല. കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾക്ക് നന്നായി വിശപ്പുണ്ടായിരുന്നു. മഴ മാറിയ ശേഷം ഞങ്ങൾ പൂന്തോട്ടത്തിലേക്ക് പോയി കുറച്ച് തേൻ കുടിച്ചു. പക്ഷേ അപ്പോൾ വേഗം ഇരുട്ടായി തുടങ്ങി. ഇരുട്ടായപ്പോൾ കുഞ്ഞു പൂമ്പാറ്റകൾക്ക് പേടി തോന്നി. അവർ കരയാൻ തുടങ്ങി. അപ്പോൾ മിന്നാമിനുങ്ങ് അതുവഴി വന്നു. മിന്നാമിനുങ്ങ് ഞങ്ങളെ കണ്ടു കാര്യം ചോദിച്ചു. ഇരുട്ടായതിനാൽ വീട്ടിലേക്ക് എങ്ങനെ പോകുമെന്ന് ഞങ്ങൾ ആശങ്കപ്പെട്ടു. മിന്നാമിനുങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിച്ചു.
പിന്നെ മിന്നാമിനുങ്ങ് വഴികാട്ടി ഞങ്ങളെ സുരക്ഷിതമായി വീട്ടിലേക്ക് എത്തിച്ചു. കണ്ടോ മക്കളെ, അന്നേ ദിവസം നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലേ, അതായത് മഴ പെയ്തത് കാരണം പൂന്തോട്ടത്തിലേക്ക് നേരത്തെ തേൻ കുടിക്കാൻ പോകാൻ പറ്റാതിരുന്നതും, അതുപോലെ പൂന്തോട്ടത്തിൽ എത്തിയ സമയത്ത് വേഗം നേരെ ഇരുട്ടിയതും, കുഞ്ഞുങ്ങൾ പേടിച്ചതും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, ഡയറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അവസാനം മിന്നാമിനുങ്ങ് വന്നതും അവരെ സുരക്ഷിതമായിട്ട് വീട്ടിലോട്ട് എത്തിച്ചത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, ഡയറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇതുപോലൊരു ഡയറി മക്കൾക്ക് നിങ്ങളുടെ എക്സാമിന് ചോദിക്കും. ചിലപ്പോൾ നിങ്ങളെ തന്നെ സ്വയം ഡയറി ആയിരിക്കും എഴുതാനുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ക്യാരക്ടേഴ്സിന് തന്നുകൊണ്ട് ആ ക്യാരക്ടേഴ്സ് നിങ്ങളാണ് എന്നുള്ളത് ഇമാജിൻ ചെയ്തുകൊണ്ട് അവരുടെ ഡയറി എഴുതാനും പറയുണ്ടായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഡയറിയും സംഭാഷണവും ഒക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഒരു സ്റ്റോറി തന്നിട്ട് അത് വായിച്ച് ഉത്തരം എഴുതാൻ പറയുന്ന രീതിയിലും മക്കൾക്ക് ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.